നമസ്കാരം. മിത്ത് വേഴ്സസ് ഫാക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്ദേശ സിനിമയിലൊരു ഭയങ്കര ഫേമസ് ഡയലോഗാണ്, പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്, പോളണ്ട് എന്താ ചെയ്യാനുള്ള തറവാട്ട് സ്വത്തോ എന്നൊക്കെ ജയറാം ചോദിക്കണ ഒരു സീനുണ്ട്. ശരിക്കും എന്തായിരുന്നു പോളണ്ടിൽ സംഭവിച്ചത്? എന്തായിരുന്നു പോളണ്ടിലുണ്ടായത്? അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. പോളണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാം പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഞാൻ പറഞ്ഞുതരാം. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ, കിഴക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസം എങ്ങനെ നശിച്ചു എന്നാണ് ജയറാം അതിലൂടെ ചോദിക്കണത്. പോളണ്ടിൽ എന്ത് സംഭവിച്ചു, ഹംഗേറിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഈ ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം എങ്ങനെ തകർന്നു, അല്ലെങ്കിൽ ജനങ്ങളെങ്ങനെ ഉപേക്ഷിച്ചു, എന്നിട്ട് അവിടെ ജനാധിപത്യം എങ്ങനെ ഉയർന്നു എന്നാണ് ജയറാം ചോദിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകയുദ്ധത്തിന് ശേഷം, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം പോളണ്ടിൻ്റെ അധികാരങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയനും പോളണ്ടിലും കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോളണ്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണതും ക്രയവിക്രയങ്ങൾ നടത്തുന്നതും വ്യവസായങ്ങൾ നടത്തുന്നതും എല്ലാം സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണവും സോവിയറ്റ് യൂണിയൻ്റെ ഈ ഒരു പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിങ്ങും നിയന്ത്രണങ്ങളും പോളണ്ടിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള നല്ല ക്വാളിറ്റിയുള്ള, അന്നൊക്കെ പ്രധാനമായും കൽക്കരിയൊക്കെയാണ് ഇന്ധനങ്ങൾ. അപ്പോൾ അവിടെ പോളണ്ട് നല്ല ക്വാളിറ്റിയുള്ള കൽക്കരികളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് സോവിയറ്റ് യൂണിയന് കൊടുക്കേണ്ടി വന്നുകൊണ്ടിരുന്നു. അതുപോലെ അവിടെയുള്ള ആർമിയുടെ ചിലവുകൾ, പോളണ്ടിലുള്ള സോവിയറ്റ് യൂണിയൻ്റെ ആർമിയുള്ള ചിലവുകൾ പോളണ്ട് സ്വയം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലുള്ള തെറ്റായിട്ടുള്ള നയങ്ങളും ബിസിനസ്സിന് പ്രൊമോഷൻ ഇല്ലാത്തതും, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കാരണം പോളണ്ട് സാമ്പത്തികമായും തൊഴിൽപരമായും തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലില്ല, സാമ്പത്തികമില്ല, കച്ചവടമില്ല, അങ്ങനെ ധാരാളമായിട്ട് ജനങ്ങൾക്ക് ധാരാളം ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു പോളണ്ടിൽ. ആ ഇടയ്ക്ക് ഈ മാംസത്തിനും ഭക്ഷണങ്ങൾക്കും ധാരാളമായിട്ട് വില കൂട്ടി. കാരണം ഈ പോളണ്ടിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവം, തുടർന്ന് ഈ സോവിയറ്റ് യൂണിയൻ്റെ ഈ ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെ കാരണം പോളണ്ട് ധാരാളമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് 1980 ഗഡാൻസ്കിലെ ലെനിൻ കപ്പൽശാലയിൽ ഒരു തൊഴിൽ സമരം ഉണ്ടാകുന്നത്. അത് ഈ പറയുന്നത് തൊഴിൽ വേതനം കൂട്ടിച്ചോദിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല അങ്ങനെ ഒരു സമരം അവിടെ ഉണ്ടായത്. അവർക്ക് സ്വന്തമായി സംഘടന രൂപീകരിക്കാനും പ്രതിഷേധിക്കുവാനും തൊഴിലില്ലായ്മയ്ക്കും മൊത്തം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു അന്ന് അവിടെ കപ്പൽശാലയിൽ ഉണ്ടായിരുന്നത്. അതിന് നേതൃത്വം വഹിച്ച ആളായിരുന്നു ലേക്ക് വലേസ എന്ന് പറയുന്നത്. അതാ സിനിമയിൽ ചോദിക്കുന്നുണ്ട് ജയറാം. എന്തുണ്ടായി, ലാവലേസയും സോളിഡാരിറ്റി ലാവലേസയും കൂടി കുതിച്ച് കയറി അടിയറവ് പറയിച്ചില്ലേ എന്ന് ജയറാം ചോദിക്കുന്നുണ്ട്. അതാണ് ഇയാൾ, ലേക്ക് വലേസ. ഇയാളാണ് ലെനിൻ കപ്പൽശാലയിൽ സമരത്തിന് മുൻകൈയെടുത്തത്. അങ്ങനെ ഈ ഒരു കപ്പൽശാലയിൽ സമരത്തിൽ അവിടെ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഒരിക്കലും നമുക്ക് സ്വതന്ത്രമായിട്ടൊരു സംഘടനകൾ രൂപീകരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ സർക്കാരിനെ വിമർശിക്കുവാനോ ഉള്ള അധികാരമോ സ്വാതന്ത്ര്യങ്ങളോ ഇല്ല. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് ആധിപത്യം നൽകുന്ന പാർട്ടി, ലേബർ ഡൊമിനൻസ് പാർട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നതെങ്കിലും, പക്ഷേ ഇത് തൊഴിലാളികളുടെ ജീവിതം ഭയങ്കര ദുഷ്കരമാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ ഇത് പ്രതിഷേധിക്കുകയും ഒരു സോളിഡാരിറ്റി എന്ന് പറഞ്ഞുള്ള സംഘടന രൂപം കൊടുക്കുകയും അത് രാജ്യത്തെമ്പാടെ വളരുകയും ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനും തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ ഭയന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ത് ചെയ്തു, സൈനിക നിയമം കൊണ്ടുവന്ന് ഈ സോളിഡാരിറ്റിയെ അടിച്ചമർത്തുകയും ഈ ലേക്ക് വലേസ തുടങ്ങിയ സോളിഡാരിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇവർ തടവിലാക്കുകയും ചെയ്തു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഭരണപോരായ്മകളും സോവിയറ്റ് യൂണിയൻ്റെ നിയന്ത്രണങ്ങളും എല്ലാം തുടർന്നുകൊണ്ടിരുന്നു.
ജനങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരുന്നു. ഈ പോളണ്ടിലെ ജനങ്ങളുടെ ജീവിതം, പോളണ്ടിലെ സാമ്പത്തിക അവസ്ഥ എല്ലാം പോളണ്ട് പിന്നെയും തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ലാസ്റ്റ് ഈ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതിനിടയിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ സോളിഡാരിറ്റിയെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്തു, അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. സോളിഡാരിറ്റിയുടെ ഇവർ നിരോധിച്ചിരുന്നെങ്കിലും സർക്കാർ അറിയാതെ രഹസ്യമായി സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പോളണ്ട് പിന്നെയും തകർന്നതിന് ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേറെ വഴികളൊന്നുമില്ലാതെ സോളിഡാരിറ്റിയുമായി വട്ടമേശ സമ്മേളനം നടത്തുകയും റൗണ്ട് ടേബിൾ ചർച്ചകളൊക്കെയാണ് എന്നാ പറയാം, വട്ടമേശ സമ്മേളനങ്ങൾ നടത്തുകയും ഈ വട്ടമേശ സമ്മേളനത്തിന് സോളിഡാരിറ്റിക്ക് നിയമസാധുത കൊടുക്കുകയും ഒരു ഇലക്ഷൻ നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഇലക്ഷൻ നടത്തി 100-ൽ 99 സീറ്റും വാങ്ങിച്ചുകൊണ്ട് സോളിഡാരിറ്റി കുതിച്ചു കയറി. കമ്മ്യൂണിസം അവിടെ പോളണ്ടിൽ തകർന്നടിഞ്ഞു. അങ്ങനെ ഇത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ ജനാധിപത്യത്തിനും കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തിനും ജനാധിപത്യത്തിൻ്റെ തുടക്കത്തിനും തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെ 100-ൽ 99 സീറ്റും വാങ്ങി സോളിഡാരിറ്റി അധികാരത്തിൽ വരികയും കമ്മ്യൂണിസം അവിടെ തോറ്റ് പിന്മാറുകയും ചെയ്തു. പിന്നീട് എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് വലേസ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് സ്ഥാനാർത്ഥിയാവുകയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിയാവുകയല്ല, ലേക്ക് വലേസ പ്രസിഡൻ്റായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസത്തിനെതിരെ പ്രതിഷേധിക്കാൻ സാധിക്കില്ല, കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം. പക്ഷേ ഈ ഒരു ചിന്താഗതിയെല്ലാം മാറ്റിമറിച്ചത് പോളണ്ടിലെ ഈ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് പോളണ്ടിൽ കമ്മ്യൂണിസം നശിച്ച് ജനാധിപത്യം തുടങ്ങുന്നത്. ഈ ഒരു സംഭവം മറ്റുള്ള രാജ്യങ്ങൾക്കും പ്രചോദനമായി. മറ്റുള്ള രാജ്യങ്ങളും കമ്മ്യൂണിസത്തിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവം ഹംഗറി, ചെക്കോസ്ലോവാക്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം പ്രതിധ്വനിച്ചു. അപ്പോൾ ഇതാണ് സന്ദേശ സിനിമയിൽ ജയറാം ചോദിക്കണ ഈ പോളണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നൊരു സംഭവം. പക്ഷേ പല ആൾക്കാരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് പോളണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് പറയണത് 1949-51 കാലഘട്ടങ്ങളിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഈ പോളണ്ട് ഈ സോവിയറ്റ് യൂണിയൻ പോളണ്ടിൻ്റെ കിഴക്കേ സൈഡ് അറ്റാക്ക് ചെയ്തിട്ട് 100,000-ഓളം സ്ത്രീകളെ പീഡിപ്പിക്കുകയും വിധവകളാക്കുകയും ആണുങ്ങളൊക്കെ കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് സന്ദേശ സിനിമയിൽ ജയറാം ചോദിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ ഒരു സംഭവമല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ സോളിഡാരിറ്റി ഉണ്ടാവുകയും അവർ കമ്മ്യൂണിസത്തെ നശിപ്പിച്ച് സമാധാനപരമായിട്ടുള്ള രീതിയിൽ അധികാരത്തിൽ വരികയും കമ്മ്യൂണിസത്തെ നശിക്കുകയും ചെയ്ത സംഭവമാണ് ജയറാം ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ജയറാം ചോദിക്കുന്നുണ്ട്, ഹംഗറിയിൽ എന്ത് സംഭവിച്ചു എന്ന്. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹംഗറിയെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും.